ഹാ നീള ജാൻവി, നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ. സുഖമല്ലേ നിനക്ക്? ഹാ എനിക്ക് സുഖമാടാ. നിങ്ങൾക്ക് എന്താ അങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ? എത്ര നാളായി നാട്ടിലോട്ടൊക്കെ വന്നിട്ട്. അല്ല നിളമോളെ, നീ അങ്ങ് മോശമായി പോയല്ലോ കൊച്ചേ. ഹേയ്, അത് ആൻറ്റിയുടെ തോന്നലായിരിക്കും. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അല്ല കൃഷ്ണ എന്തിയേ? നിന്റെ കൂടെ അല്ലേ അവളും വന്നേ? അവളിതാ വരുന്നുണ്ടമ്മ. കൃഷ്ണയോ? അതാരാ സീത? അതെൻ്റെ ഫ്രണ്ടാ ആൻറ്റി, കൃഷ്ണ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഓ, മോടെ ഫ്രണ്ടായിരുന്നു. പിന്നെ മോടെ ഫ്രണ്ടാന്നും പറഞ്ഞ് ഇതിനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതിനൊക്കെ എങ്ങനെയുള്ള സ്വഭാവമാണ്, എന്തുവാന്നൊക്കെ ആർക്കറിയാം? കണ്ടവരെയൊക്കെ ഫ്രണ്ടാന്നും പറഞ്ഞ് വീട്ടിൽ പിടിച്ച് കയറ്റിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ആൻറ്റി അവളെക്കുറിച്ച് എന്തറിഞ്ഞിട്ട് എങ്ങനെ സംസാരിക്കുന്നത്? അവൾ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ക്യാരക്ടർ എന്തുവാന്ന് എനിക്കറിയാം. ഒരാളെക്കുറിച്ച് ഒന്നും അറിയാതെ വെറുതെ ഇങ്ങനെ കയറി സംസാരിക്കരുത് ആൻറ്റി. എന്തേലുമൊക്കെ ആവട്ടെ, ഫ്രണ്ടാന്നും പറഞ്ഞ് കൂടുതലെടുത്ത് തലയിൽ കയറ്റി വെച്ച് നടക്കാനൊന്നും നിൽക്കണ്ട. അവസാനം പണി ഏത് വഴി കൂടെ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഈ വന്ന കാലത്ത് ഒരാളെ പോലും കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല എൻ്റെ പൊന്നുമോളെ. അതെന്തായാലും ആൻറ്റി പറഞ്ഞ കാര്യം വളരെ ശരിയാ. ഈ വന്ന കാലത്ത് സ്വന്തം കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ കുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ള എണ്ണം കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോഴേ പുറത്തുനിന്ന് വരുന്നവരെ എങ്ങനെ വിശ്വസിക്കാനാ? ഇല്ലയോ ആൻറ്റി? പിന്നെ ഇവളുടെ കാര്യത്തിൽ ആൻറ്റിക്ക് ഒരു സംശയം വേണ്ട കേട്ടോ. ആൻറ്റിയുടെ പോലെയല്ല, പാവമാന്നേ, ഞങ്ങളുടെ പൊന്നുവിനെ പോലെയാ ഞങ്ങൾക്ക് ഇവള്. പിന്നെ അവളുടെ സ്വഭാവം എങ്ങനെയാണ് എന്തുവാണെന്ന് അത് ആൻറ്റി ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അയ്യോ എൻ്റെ പൊന്നു മോനെ, ഞാനൊന്നും ചെയ്യാനും വരുന്നില്ല, ആരുടെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കാനും പോകുന്നില്ല. നിനക്കൊക്കെ അനുഭവം വരുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. അല്ലെങ്കിലും നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതിനൊന്നും. ഇതിനെല്ലാം നിന്റെ അപ്പനെ വേണം പറയാൻ, ഇതിനൊക്കെ വളം വെച്ച് തരുന്നതിന്. പണ്ടേ ഉള്ളതാണല്ലോ അല്ലേലും ഈ അവിടെ ഇവിടെയൊക്കെ കണ്ടതിനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റുന്നത്. അതൊന്നും ഇനിയിപ്പോൾ മാറാനും പോകുന്നില്ല. ചേച്ചി മതി, ചേച്ചി നിർത്ത്. ചേച്ചി ഉദ്ദേശിക്കുന്ന പോലുള്ളൊരു കുട്ടിയല്ല കൃഷ്ണ. വെറുതെ എന്തിനാ? അയ്യോ എൻ്റെ പൊന്ന് സീതേ, നീ അല്ലാണ്ട് ആരേലും ഇമ്മാതിരി പിള്ളേരൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുവോ സീതേ? ഓ, പിന്നെ നീയും നിന്റെ കെട്ടിയോനും നന്മമരമാണല്ലോ. ആരെ കണ്ടാലും എടുത്ത് തലയെ വെച്ചോളും. അല്ലെങ്കിലും നിന്നെ ഇവളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇവിടെയൊക്കെ വീട്ടിലിരിക്കുന്ന തള്ളേം തന്തേ വേണം ആദ്യം പറയാൻ, മക്കളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടേക്കുന്നതിന്. നാട്ടിൽ നിന്ന് ജോലിക്കാന്ന് പറഞ്ഞ് വണ്ടി കയറുന്നതിന് മുന്നേ തന്നെ ഇവളുമാരൊക്കെ ഇതൊക്കെ പ്ലാൻ ചെയ്തേച്ചായിരിക്കും വരുന്നത്. ഇവിടെ വന്ന് നിന്റെ കൂട്ടും കൂടി കഴിഞ്ഞിട്ട് വീട്ടിലും കയറി പറ്റി. ഇനിയിപ്പം നീ നോക്കിക്കോണം, താമസിയാതെ ഇവിടെയുള്ള 3 ആമക്കളിലെ ആരെല്ലാം ഒരാളത്തിനെ വളച്ചെടുത്തിരിക്കും ഇവള്. ഇതോടൊക്കെ നാണവമാനമില്ലാത്ത കുറേ എണ്ണമുണ്ട് ബാക്കിയുള്ളവരും കൂടി പറയിപ്പിക്കാനായിട്ട്. ഈ അഭിനയത്തിന് ഇവക്ക് ഓസ്കാർ കൊടുക്കണം ഇങ്ങനാണെങ്കിൽ. മതി, നിർത്തിക്കോ. ഇനി ഓരോ അക്ഷരം അവളെ കുറിച്ച് മിണ്ടിയാണ്ടല്ലേ. അല്ല, നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തറിയാം? നിങ്ങൾ എന്തറിഞ്ഞിട്ട് അവളെ കുറിച്ച് ഇമ്മാതിരി സംസാരിക്കുന്നത്? കണ്ടോ സീതേ, നീ കാണുന്നുണ്ടോ ഇതെല്ലാം? ഞാൻ അവളെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ രോക്ഷം കണ്ടോ നീ? ഇനി ആർക്കറിയാം, ഇനി ഇവനെ മാത്രമാണോ അതോ ഇവിടെയുള്ള ബാക്കി 2 ആണുങ്ങളെ അവള്? ആന്റിന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും നിങ്ങൾ മാറ്റി വിളിപ്പിക്കരുത്. അനിയനെ കാണാൻ വന്നത് നീ കണ്ടിട്ട് പോയിക്കണം. അല്ലാണ്ട് ഇവിടെ ഉള്ളവരുടെ സ്വഭാവ മഹിമ ചെയ്യാൻ വേണ്ടി വരണ്ട നിങ്ങൾ. പിന്നെ അവൾ എങ്ങനെയുള്ളവളാണെന്നും അവൾ ഞങ്ങൾക്കാരാണെന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. പറഞ്ഞ കേട്ടല്ലേ? ചെറുക്കൻ്റെ ചോര തിളയ്ക്കുന്ന കണ്ടാ തോന്നുന്നു ഞാൻ എൻ്റെ പൊന്ന് സീതേ, നീ ഇത് കുറിച്ചിട്ടോ. നിന്റെ മക്കളുടെ കാര്യത്തിൽ തീരുമാനമായി. ഈ കിട്ടിയതൊന്നും പോരെ ആന്റി നിങ്ങൾക്ക്? പിന്നെ ആന്റി ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്താന്ന് വെച്ചാലേ, ആ പോയേക്കുന്ന കൃഷ്ണൻ ഞങ്ങളുടെ പെങ്ങളാ. അതുകൊണ്ട് അതിൻ്റെ കണ്ണിനി ആന്റി കാരണം നിറയാൻ പാടില്ല.
ഇതൊരു അപേക്ഷയൊന്നുമല്ല, ഒരു മുന്നറിയിപ്പായിട്ട് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. വെറുതെ ജിത്തുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടാൻ നിൽക്കരുത് നിങ്ങൾ. വന്നേക്കുവാ പറഞ്ഞ തള്ള കുടുംബം കലക്കാൻ വേണ്ടിയിട്ട്. മുളയിലേ നുള്ളിക്കളഞ്ഞില്ലേ തലയിൽ കയറി നിന്നിറങ്ങിക്കളയും ഇല്ലേടാ? അതെ അതെ. എന്റെ ജാൻവി, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ നിന്റെ മമ്മിക്ക് ഇത്തിരി തണുത്ത വെള്ളം എടുത്തോണ്ട് കൊടുക്കേ. ആ ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെന്നേ. മമ്മിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു മമ്മി? എന്തിനാ ഇങ്ങനെ മിത്തിനെ കൂടെ കൂടെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നേ? അവളിവിടെ നിൽക്കോ പോവോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. മമ്മിക്ക് എന്താ അതുകൊണ്ട് ഇപ്പൊ പ്രശ്നം? എനിക്കൊരു പ്രശ്നവും ഇല്ല ജാൻവി, നിനക്കാ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. മിക്കാറും നിന്റെ മിത്തിനെ അവളെടുത്തോണ്ട് പോവെന്നാ തോന്നുന്നേ. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവൻ്റെ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാ. നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. അങ്ങനൊന്നും ആയിരിക്കത്തില്ല, എല്ലാം മമ്മിയുടെ വെറും തോന്നൽ മാത്രമായിരിക്കും. അതുമല്ല, അവരെല്ലാം പറഞ്ഞില്ലേ അവൾ അവരുടെ പെങ്ങളെ പോലാണെന്ന്. അപ്പം മിത്തിനും അങ്ങനെ ആയിരിക്കും. മമ്മി ആവശ്യമില്ലാതെ എന്നെയും കൂടി വെറുതെ ഓരോന്ന് പറഞ്ഞ് തോന്നലായ അത് നിനക്ക് കൊള്ളാം. എന്തായാലും നീ താമസിയാതെ അവനോട് കാര്യം അവതരിപ്പിക്കാൻ നോക്ക്. അവസാനം കായ് വിട്ട് പോയിട്ട് ഇവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പൊന്നുമോളെ. കൈവിട്ട് കളയാനോ? ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏത് മാർഗം സ്വീകരിച്ചിട്ടായാലും എൻ്റേതാക്കി മാറ്റിയിരിക്കും. മമ്മിക്ക് ഈ ജാനുവിയെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്നതല്ലേ? ആ മമ്മി തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് എന്തിനാ? നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഉള്ളതീ വെച്ച് ഏറ്റവും വലിയ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. നിൻ്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ ഇവനൊരു എല്ല് കൂടുതലാണ്. ആ ബിച്ചുവിനെ വല്ലതും നോക്കാൻ പറഞ്ഞാൽ നീ അതും കേൾക്കത്തില്ല. അവസാനം അവനെ അവളും ഉണ്ട്. ഇവനെ ആരും കൊണ്ടുപോകും ആവോ? എന്നെ വലിയ വിലയില്ലേലും നിൻ്റെ അടുത്ത് വലിയ കാര്യമല്ലേ? നിങ്ങൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സും അല്ലേ? നീ തക്കം കിട്ടിയപ്പോൾ അതൊക്കെ അവൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കാൻ നോക്ക്. ഒന്നും രണ്ടും ഒന്നും അല്ല, കോടികളാ ആസ്തി. വെറുതെ കൈവിട്ട് കളയാതെ എങ്ങനെയും ചെറുക്കനെ വളച്ചെടുക്കാൻ നോക്കടി. ഇവിടെയൊക്കെ വീട്ടിലിരുന്ന് തള്ളൻ തന്തയാണ് ആദ്യം പറയാം. മക്കളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ ഇട്ടേക്കുന്നത്. ശിവ, ശിവ, നീ ഡോർ തുറക്ക. ശിവ, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ഇനി തനിക്കെന്താ വേണ്ടേ? ഞാനിവിടെ തനിച്ച് കുറച്ച് നേരം ഇരുന്നോട്ടെ പ്ലീസ്. എന്നെ ഒന്ന് ശല്യം ചെയ്യാണ്ട് പോവോ? നീ ഇത്ര നേരം കരയുമായിരുന്നു ഇവിടെ ഇരുന്ന്? അവരെന്തോ വിവരമില്ലായ്മ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അതും കേട്ടോണ്ട് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നേ? ഞാൻ കരഞ്ഞാലെന്താ ചിരിച്ചാലെന്താ? നിങ്ങളൊക്കെ എന്തിനാ ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നേ? ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാണ്ട് അവിടെ ഒതുങ്ങി നിന്നതല്ലായിരുന്നു. നിങ്ങളല്ലേ എന്നെ വലിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇപ്പം മറ്റുള്ളവരുടെ വായിരിക്കുന്ന കൂടി ഞാൻ പോയിക്കോട്ടെ പ്ലീസ്. എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരുമില്ലാത്തോണ്ടല്ലേ എല്ലാരും എൻ്റെ അടുത്ത്. നിനക്ക് ആരും ഇല്ലെന്നോ? എന്തുവാ ശിവ നീ പറയുന്നേ? ഇവിടെ പപ്പയും അമ്മയും എല്ലാം നിന്നെ സ്വന്തം മോളെ പോലല്ലേ കാണുന്നേ? ഇച്ചായമാര് നിന്നെ സ്വന്തം പെങ്ങളെ പോലും. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേടി നിനക്ക്? നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന? അവരെന്തൊക്കെയോ പറഞ്ഞെന്നും പറഞ്ഞിട്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും സത്യം അതാണ്. എനിക്ക് ആരുമില്ല. ആരും ഒറ്റയ്ക്കായിരുന്നു. ശിവ, നീ എന്തൊക്കെയാ ഇങ്ങനെ
കരയല്ലേടി. നീ എന്നെ നോക്ക്. ആരില്ലേലും ഈ ഞാൻ കാണുന്നു നിന്റെ കൂടെ. ഇനി അത് ഏത് രീതിയിലായാലും ആര് വേണമെങ്കിലും എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ എന്നും ഞാൻ കാണും നിന്റെ കൂടെ, എന്നും. ഇനി തന്നെ ഇവിടെ ഈ റൂമിൽ കണ്ടിട്ട് വേണം ഇനി അടുത്ത വല്ലോ. നീ ഇപ്പോൾ ഓക്കെ അല്ലേ ശിവ? പിന്നെ അവരെന്തേലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ, നീ അത് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ആവശ്യമില്ലാതെ ഇങ്ങനെ കിടന്ന് കരയാനും നിൽക്കണ്ട. നിന്റെ കോലൊന്ന് നോക്കിയേ ശിവ നീ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കരുത്. എപ്പോഴും എന്നും എന്തിനും ഞാൻ കൂടെ കാണും നിന്റെ. നീ അത് ഓർമ്മ വച്ചേക്കണം. വെറുതെ കിടന്ന്. എന്തായാലും ഞാനങ്ങോട്ട് പോവാ. നീ കരയാണ്ട് പോയി ഒന്ന് ഫ്രഷ് ആവാൻ നോക്ക്. ചെല്ലേ. സ്റ്റീഫ, അതവനല്ലേ? ഇതവൻ തന്നെ. എന്താണാവോ ഇത്ര വൈകിയത്? ഞാൻ കുറച്ചും കൂടി മുന്നേ പ്രതീക്ഷിച്ചതാ. വരട്ടെ എന്തായാലും. അല്ല, ഇതാര് സ്റ്റീഫനോ? കെട്ടിയോനും കെട്ടിയോളുവേ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനേ ഞാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. അതാ ഇത്രയും നാൾ താമസിച്ച് വരാൻ. ഇപ്പം എന്തായാലും ഞാൻ വന്നില്ലേ, അതുകൊണ്ട് അവനെ ഇങ്ങ് തന്നേരെ കൈയോടെ. പിന്നെ എൻ്റെ പെങ്കൊച്ച് എവിടാന്നും കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ട് പതുക്കനെ അവനെ കൊണ്ട് ഇവിടെ നിന്ന് വിട്ടേക്കാവേ. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇതാ ഇവന്മാരുടെ കൈ ഇരിക്കുന്നത് ഇരന്ന് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ അവൾ എവിടാന്ന്. അവനും നിന്നെ കണ്ടില്ലല്ലോ എന്നതാ ഇപ്പൊ കൂടി ഞാൻ ഇവളടുത്ത് പറഞ്ഞതേ ഉള്ളന്നേ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി വെച്ച് പോവാൻ നോക്കുമോ. അല്ലാണ്ട് ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാതെ. ഡാ നീ സാർ, ഇവിടെ അയാളില്ല. നീയൊക്കെ എല്ലായിടവും നോക്കിയോ? ഓരോയിടം പോലും വിടാതെ. നോക്കി സാർ, പക്ഷെ ഇവിടെ എവിടാടാ അവൻ? നീയൊക്കെ അവനെ എവിടെ കൊണ്ടുപോയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന? സാർ ഫോൺ. ഏതവനാടാ ഈ സമയത്ത്? വാങ്ങി സംസാരിക്കും സിദ്ധാർത്ഥേ, എന്നാലല്ലേ നിനക്ക് അറിയാൻ പറ്റൂ അത് ഏതവനാണെന്ന്. ഹലോ, ആരാ ഇത്? നിന്റെ കാലൻ. ഡാ, ഏതവനാടാ നീ? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ? വയസ്സ് കുറെ ആയില്ലേ, ഇനിയിപ്പോ കേൾവിക്കുറവും കാഴ്ചക്കുറവും ഒക്കെ വരാൻ കിടക്കുന്നതല്ലേ ഉള്ളു. എന്തായാലും നീ ഹോസ്പിറ്റലിൽ നിൽക്കുമല്ലേ, ഫുൾ ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്തേരെ. ഇപ്പോഴേ അറിഞ്ഞിരുന്നാ നമുക്കതിന്റെ ട്രീറ്റ്മെന്റ് അങ്ങ് തുടങ്ങിയേക്കാടാ. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയാവോടാ? ആണാണെങ്കിൽ എൻ്റെ മുൻപിൽ വന്ന് ഇന്ന് നേരെ സംസാരിക്കടാ, അല്ലാണ്ട് അപ്പുറത്ത് മറഞ്ഞിരുന്ന്. ശേ എൻ്റെ സിദ്ധാർത്ഥേ, എല്ലാരും പിന്നെ നിന്നെ പോലെ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണം. ഞാനിപ്പം വിളിച്ചത് ഞാനാണാണോ പെണ്ണാണോ എന്ന് നിന്റെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല. നീ എന്നാ ഹോസ്പിറ്റലിൽ കയറി ഇമാതിരി മാഹിയച്ചന് വേണ്ടിയിട്ട് ഷോ ഇറക്കുമോ അന്ന് നിനക്ക് തരാൻ വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനായിട്ട് തന്നെ നിന്നെ വിളിച്ച് നേരിട്ടങ്ങ് തന്നേക്കാന്ന് വിചാരിച്ചു. അതാ ഇപ്പം വിളിച്ചേ. മോന് സമ്മാനം വേണ്ടേ? നീ ആരാടാ? സാർ, നമ്മുടെ ലിക്കർ ഫാക്ടറി. അതൊരു ഹോസ്പിറ്റലാ മിസ്റ്റർ സിദ്ധാർത്ഥ്. ഇങ്ങനെ കിടന്ന് അലറാൻ പാടില്ല.
അതിൻ്റെതായ ഒരു മാനസെങ്കിലും നീ കാണിക്കാൻ പഠിക്കാതെ. പിന്നെ ഇത് കിട്ടിയോണ്ടൊന്നും നീ അടങ്ങാൻ പോണില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന് ചെറിയൊരു സമ്മാനം നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിന്നെന്തിനാ ആണാന്നും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നേ? നീ ഏതവനായാലും ഇതിന് നീ അനുഭവിച്ചിരിക്കും. ഇപ്പൊ എനിക്കുണ്ടായ ഈ നഷ്ടത്തിന് നീ കണക്ക് പറയേണ്ടി വരും. നീ ഇത് കുറിച്ചിട്ടോ. നിന്റെ ചെറിയൊരു ലിക്കർ ഫാക്ടറിയിൽ ഇങ്ങനൊരു ചെറിയ ബ്ലാസ്റ്റ് ഉണ്ടായപ്പോഴേ നീ ഇങ്ങനെ തകർന്നു പോയോ സിദ്ധാർത്ഥേ? കഷ്ടം കഷ്ടം. പിന്നെ കണക്കുകൾ പലതും തീർക്കാൻ ഇനിയും ഉണ്ട് സിദ്ധാർത്ഥേ. അതുകൊണ്ട് ഈ ഒരെണ്ണം കൂടി നീ അതിൻ്റെ കൂട്ടത്തിൽ കുറിച്ച് വെച്ചേരെ. നമുക്ക് പതുക്കനെ തീർക്കാടോ. പിന്നെ അവിടെ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിച്ച് ഷോ കാണിക്കാതെ അവിടെ നിന്ന് പോവാൻ നോക്കുന്നു. അല്ലെങ്കിൽ അടുത്തത് നിന്റെ റൈസ് മില്ലായിരിക്കും. നീ ആരാടാ? ഞാനുമായിട്ട് നിനക്കെന്താ പ്രശ്നം? മഹിയുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? പിന്നെ ഏതവനായാലും ഒറ്റത്തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ നീ നേർക്കു നേർവാ. വരുവടാ, വന്നിരിക്കും. പക്ഷേ ഇപ്പൊ അതിനുള്ള ടൈം ആയിട്ടില്ല പൊന്നു സിദ്ധാർത്ഥെ. പിന്നെ നിന്നെ പോലെ പല തന്തയ്ക്കുണ്ടായവനല്ല ഈ ഞാൻ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. എന്ന് നിന്റെ മുമ്പിൽ വരാൻ സമയമാവുന്നോ അന്ന് ഞാൻ വന്നിരിക്കും. ഇനി നീ മഹിയച്ഛന് വേണ്ടി എന്ത് തോന്നിവാസം കാണിക്കാൻ ഇറങ്ങുമ്പോഴും ഒരു വട്ടം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിന്റെ കൂടെ നിന്റെ നിഴലായി നീ പോലും അറിയാതെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഇപ്പൊ അവിടുന്ന് വിട്ടുപിടി മോൻ. ചെല്ല്. അപ്പോ അടുത്ത പ്രാവശ്യം കാണാം. ബൈ. ഓ, ഏതവനാടാ ഈ പുതിയ അവതാരം? എടാ സ്റ്റീഫ, നീയൊന്നും അറിയാതെ എന്തായാലും ഇങ്ങനൊരുത്തം പൊട്ടി മുളയ്ക്കത്തില്ല. ഇപ്പൊ അവക്ക് അവനും വേണ്ടിയിട്ട് എന്നോട് ഇത്ര ധൈര്യത്തോട് സംസാരിക്കാൻ വേണ്ടി മാത്രം അവൻ ആരാ അവരുടെ? നീ എന്താ പേടിച്ചു പോയോ? നീ കേട്ടിട്ടില്ലേ, ആരുമില്ലാത്തവർക്ക് എപ്പോഴായാലും ദൈവം കൂട്ടിന് കാണുമെന്ന്? എൻ്റെ കൃഷ്ണമോക്കും അവളുടെ മഹിയച്ഛനും ഇപ്പൊ അങ്ങനെ ഒരു ദൈവമുണ്ട് കൂട്ടിന്. ഇനി നിന്റെ കഷ്ടകാലമാ. ആ കൊച്ചനുഭവിച്ച ഓരോ കഷ്ടപ്പാടും നീ എണ്ണി കണക്ക് പറയാൻ പോന്നേ ഉള്ളു സിദ്ധാർത്ഥെ. കാത്തിരുന്നോ നീ. ശോഭേ, വാ നമുക്ക് പോകാം. ആരടാ നീ? അവർക്ക് വേണ്ടി എൻ്റെ അടുത്ത് ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കാനും വേണ്ടി നീ അപ്പം നിസ്സാരക്കാരനല്ല. ആരായാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും.